പ്രൈസ് ലോർഡ്. ഞാൻ ഡോക്ടർ രാജു ബേബി, കൺസൾട്ടൻറ്റ് സർജനായിട്ടും അതുപോലെ ജനറൽ പ്രാക്ടീഷണറുമായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ സ്വന്തമായ ക്ലിനിക്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. അത് തൃക്കണ്ണമംഗൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തൃക്കണ്ണമംഗൽ കോട്ട് കോംപ്ലക്സിനടുത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർ വിളിച്ചു നോക്കിക്കുക. എൻ്റെ 14ാം എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നെൻ്റെ മുമ്പിലുള്ളതായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് മരുന്നുകളെ കുറിച്ചാണ്. ഇന്ന് മരുന്നുകളെ കുറിച്ച് ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും ആൾക്കാരുടെ ഇടയിലുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെങ്കിൽ അലോപ്പതി മരുന്നുകളെല്ലാം ദോഷം ചെയ്യും എന്ന ഒരു വൃഥാധാരണ ഇന്ന് സമൂഹത്തിൽ നിലവുണ്ട്. ഈ വൃഥാധാരണ നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന വഴി ഇത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ആൾക്കാരുടെ എല്ലാം വിചാരം എന്ന് പറയുന്നത് നമ്മുടെ മരുന്നുകൾ ഉൽപ്പാദിക്കുന്നതെല്ലാം ഒരു ലാബിലാണ്. പലപ്പോഴും അല്ല. ലാബിൽ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി മാനുഫാക്ചർ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ ലാബിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അങ്ങനെയാണ് ഭൂരിഭാഗം വരുന്നത്. പക്ഷെ അതിന്റെ സോഴ്സ് എപ്പോഴും റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആയിരിക്കും. ഏതാണ്ട് 35% മരുന്നുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ചെടികളിൽ നിന്നാണ്. അതായത് ഏതാണ്ട് 350 പരം എസെൻഷ്യൽ ഡ്രഗ്സ് അല്ലെങ്കിൽ 400 പരം എസെൻഷ്യൽ ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അതിൽ 120, 150 മരുന്നുകള് നമ്മൾ ചെടികളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്, എല്ലാ മരുന്നുകൾക്കും ഒരു സോഴ്സ് വേണം. അത് മണ്ണായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഒരു അത് മണ്ണാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചെടികൾ, അതിൻ്റെ തണ്ട്, അതിൻ്റെ ഫ്ലവേഴ്സ്, അതിൻ്റെതായിട്ടുള്ള റൂട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കെമിക്കൽ റിയാക്ഷൻ വഴിയും ഉണ്ടാക്കുന്ന മരുന്നുകളുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനും പറയാനും എനിക്കുള്ളത്, എല്ലാ മരുന്നുകളും വരുന്നത് കെമിക്കൽ റിയാക്ഷനിൽ കൂടി എടുക്കുന്നതല്ല. ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്നാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. ആസ്പിരിൻ എന്ന് പറയുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡാണ്. ഇതെല്ലാം ഓരോത്തരം ആസിഡാണ്. അതുപോലെ പാലെന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡാണ്. അതുപോലെ നമ്മുടെ ഉപ്പെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ഇന്ദുപ്പെന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. ഇതെല്ലാം ഓരോ രാസവസ്തുക്കളാണ്. ഈ രാസവസ്തുക്കള് ഇത് മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ എടുക്കുന്നു. ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആസ്പിരിനെ കുറിച്ചാണ്. ഒരു കാലത്ത് ആസ്പ്രോ എന്ന രീതിയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള, തലവേദനയ്ക്കൊക്കെ പ്രസിദ്ധമായിട്ടുള്ള മരുന്ന് പിന്നീട് കിട്ടാതായി. എന്നാൽ ഈ ആസ്പിരിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് പിൻപിലുള്ള ചരിത്രമാണ്. ഈ 3500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വില്ലോ ബ്രൂക്കിന്ന് എടുത്തതായിട്ടുള്ള ഒരു മരുന്നാണ് ഈ ആസ്പിരിൻ. അതിന്റെ ഗുണങ്ങള് ഏതാണ്ട് 3500 BC മുതൽ ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ആസ്പിരിൻ അല്ലെങ്കിൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ഇന്ന് കാർഡിയോളജി യൂസിന് വളരെയധികം ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു മരുന്നാണ്. ക്ലോപ്പിലെറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നിനോട് കൂടി ചേർന്ന് ഇത് ക്ലോപ്വാസ് AP എന്നോ അല്ലെങ്കിൽ ആസ്പിരിൻ ഒറ്റയ്ക്കോ എക്കോസ്പിരിൻ എന്നോ പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിലെ ഇതിന്റെ രക്തയോട്ടം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആസ്പിരിൻ. അതുപോലെ ചില പ്രത്യേക അസുഖങ്ങളിൽ മറ്റു മരുന്നുകൾ വേദനസംഹാരികൾ ഫലിക്കാത്തതായിട്ടുള്ള സമയത്ത് ചില പ്രത്യേക അസുഖമുള്ളവർക്ക് ആസ്പിരിൻ ചേർത്തായിട്ടുള്ള മരുന്ന് കൊടുക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു കെമിക്കലാണെങ്കിലും പക്ഷെ അതിന്റെ സോഴ്സ് പലപ്പോഴും പ്ലാന്റ്സിൽ നിന്നാണ്. അത് കണ്ട് പല ടെക്നിക്സ് ഉണ്ട്. അതായത് ബയോടെക്നോളജി വെച്ചും കട്ടിങ് വഴിയും നമുക്ക് ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ മറ്റൊരു മരുന്നാണ് നമ്മൾ സാധാരണയായിട്ട് അനസ്തെറ്റിസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന അട്രോപ്പിൻ എന്ന് പറയുന്നത്. ഈ അട്രോപ്പിൻ എന്ന് പറയുന്ന അട്രോപ്പിൻ ബെലഡോണ എന്ന് പറയുന്നൊരു ഇതിനാണ് ഉണ്ടാവുന്നത്.
ഈ അട്രോപ്പിൻ ബെലഡോണ എന്ന് പറയുന്ന ഈ ചെടിയിൽ നിന്ന് ഇതെടുത്ത് ഹൃദയത്തിന്റെ നെടുപ്പ് കൂട്ടാനും കാർഡിയാക് അറസ്റ്റ് പ്രിവെന്റ് ചെയ്യാനും അനുസരിച്ച് സാധാരണ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ അട്രോപ്പിൻ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ കാർഡിയോളജിസ്റ്റ് ഇന്നും ചിലരൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ ഡിജിറ്റാലിസ് അല്ലെങ്കിൽ ഡിജോക്സിൻ ലാനോക്സിൻ എന്നൊക്കെ പറയുന്ന മരുന്ന്. ഇതും ഒരു ചെടിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഡിജിറ്റാലിസ് ലാങ്ഡസ് എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതിൻ്റെ എല്ലാം സോഴ്സുകൾ പലപ്പോഴും ചെടികളാണ്. അങ്ങനെ ഇരിക്കുന്നു. അതുപോലെ ആന്റിബയോട്ടിക്സ് എന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം. ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതായിരുന്നു? പെൻസിലിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏതാണ്ട് 1800-കളില് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. അത് റൊട്ടിയിൽ ഉണ്ടാകുന്ന പോപ്പിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു പെൻസിലിൻ നൊട്ടാറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നാണ് അത് ഉൽപ്പാദിപ്പിച്ചത്. എന്നാൽ ഇന്ന് പെൻസിലിൻ ഉൽപാദനവും കുറഞ്ഞു, ഉപയോഗവും വളരെ കുറഞ്ഞു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതൊരു ഫംഗസിൽ നിന്നാണ് അത് ഉൽപ്പാദിപ്പിച്ചത്. ഇന്ന് ആന്റിബയോട്ടിക്സ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഫെർമെന്റേഷൻ വഴിയാണ്. ഈ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ലക്ഷക്കണക്കിന്, 10,000-കണക്കിന്, അതുപോലെ കോടിക്കണക്കിന് ബാക്ടീരിയകളെ നമ്മൾ വളർത്തി അത് അതിനെ ഒരു പർട്ടിക്കുലർ pH-ലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും വലിയ കണ്ടെയ്നേഴ്സിൽ വളർത്തി ഈ ഫെർമെന്റ് ചെയ്യാൻ അനുവദിച്ച് അതിൽ നിന്ന് അതിന്റെ ആന്റിബയോട്ടിക്സ് എടുക്കുന്നത്. അല്ലാതെ ഈ കുറച്ച് കെമിക്കൽസ് കൂടി ചേർക്കുന്നതല്ല. അതിനൊരു കെമിക്കൽ ഫോർമുലയുണ്ട്. ഏതൊരു മരുന്നായിരുന്നാലും, ഏതൊരു വസ്തുവായിരുന്നാലും, ഏതൊരു മനുഷ്യന്റെ പ്രോട്ടീൻ ആയിരുന്നാലും, മനുഷ്യന്റെ കാർബോഹൈഡ്രേറ്റ് ആയിരുന്നാലും, മനുഷ്യഘടനയായിരുന്നാലും അതിനൊരു കെമിക്കൽ സ്ട്രക്ചർ ഉണ്ടോ എന്നുള്ള കാര്യം ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാം കെമിക്കലാണ്. ഈ കെമിക്കൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് അതെല്ലാം ദോഷമായിട്ട് വരും എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുള്ളത്. അത് മാറ്റിയെടുക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അത് മാറ്റിയില്ലെങ്കിൽ അത് സമൂഹത്തിന് തന്നെ ദോഷം ചെയ്ത് മറ്റ് രോഗങ്ങളിലേക്ക് അതിനെ നയിക്കും. അതുപോലെ പലവിധമായിട്ടുള്ള സെമി സിന്തറ്റിക് ഇതുണ്ട്. സെമി സിന്തറ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആംബിസിലിൻ അല്ലെങ്കിൽ അമോസിലിൻ എന്ന് പറയുന്ന സെമി സിന്തറ്റിക് ആണ്. അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവരുന്നു ലാബറട്ടറിയിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ഉത്ഭവം നോക്കുന്നത് അവിടെ നിന്നാണ്. ചില ക്യാൻസർ ഡ്രഗ്സ് ഉണ്ട്, ഇപ്പോൾ ഇറങ്ങിയതായിട്ടുള്ള പുതിയ ക്യാൻസർ ഡ്രഗ്സ്. അതുപോലെ വിൻബ്ലാസ്റ്റിൻ എന്ന് പറയുന്നതായിട്ടുള്ള ചില ക്യാൻസർ ഡ്രഗ്സുകളൊക്കെ ഇതിൽ നിന്നെല്ലാം ഉത്ഭവിക്കുന്നതാണെന്നുള്ളത് ഞാൻ എടുത്ത് പറയേണ്ടതില്ല. ഇങ്ങനെ പലവിധമായിട്ടുള്ള മരുന്നുകൾ. അതുപോലെ നമ്മൾ പറയുന്നു ഈ തൈറോക്സിൻ അല്ലെങ്കിൽ തൈറോയ്ഡ് മരുന്ന്, അത് തൈറോയിഡിൽ നടക്കുന്നതാണ്. പാൻക്രിയാസിൽ നടക്കുന്ന മരുന്നുകളുണ്ട്. അതുപോലെ പല ഹോർമോണിൽ നിന്ന് എടുക്കുന്ന മരുന്നുകളുണ്ട്. അതൊന്നും കെമിക്കലായിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മരുന്നുണ്ട് ഇൻസുലിൻ. അത് ഇൻസുലിൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റീകോമ്പിനന്റ് ടെക്നോളജി എന്നുപയോഗിച്ച ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഹ്യൂമൻ ഇൻസുലിൻ എന്ന് പറയുന്ന ഹ്യൂമലിൻ എന്ന് പറയുന്നതായിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാലത്ത് പോക്സ് ആയിരുന്നു സോഴ്സ്, ഒരു കാലത്ത് ബീഫായിരുന്നു സോഴ്സ്. ഇവയൊക്കെ ഇന്ന് ഹ്യൂമൻ റിക്കോമിനന്റ് ടെക്നോളജി അനുസരിച്ച് ഇത് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. മരുന്നുകളുടെ രാജാവ് എന്ന് പറയുന്നത് ഓപ്പിയമാണ്. അതിൽ നിന്നാണ് നമ്മൾ മോർഫിന്, അതുപോലെ പെത്തഡിൻ. നിങ്ങൾ ചോദിക്കും മോർഫിൻ്റെ ഉപയോഗം എന്താണ്? മയക്കമരുന്നല്ലേ? നമ്മളിതൊക്കെ ICUവിൽ ഉപയോഗിക്കുന്നതാണ്. മോർഫിൻ, പെത്തഡിൻ, ഇങ്ങനെ ഫോർട്വിൻ, ഇതിൻ്റെ എല്ലാം ഉൽപ്പാദനം നടക്കുന്നത് ഓപ്പിയം പോപ്പി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഇതിൽ നിന്നാണ്. അപ്പോൾ അത് ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ പല കാര്യങ്ങൾക്കും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വേറൊരു മരുന്നുണ്ട്. അതിൻ്റെ പേര് ജിൻസങ് എന്നാണ്. ഈ ജിൻസങ് ഇത് ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. ഏതാണ്ട് 150ഓളം മെഡിസിൻ്റെ ഉൽപ്പാദനം, ഡ്രഗ്സിൻ്റെ ഉൽപ്പാദനം നടക്കുന്ന ചെടികളിൽ നിന്നാണ്. 35-40% ഈ മരുന്നുകൾ വരുന്നത് അത് ചെടികളിൽ നിന്നാണെന്നുള്ള സത്യം മനസ്സിലാക്കണം. എല്ലാ മരുന്നുകളും ദോഷം ചെയ്യത്തില്ല.
നമ്മൾ സ്വയം മരുന്ന് കഴിക്കുകയും നമ്മൾ സ്വയം ചികിത്സ നിർമ്മിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമുക്കിതിൻ്റെ ബാഡ് എഫക്ട്സ് വരുന്നത്. ഇല്ലെങ്കിൽ ഇത് സുരക്ഷിതമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ നാളെ പോയി മെഡിക്കൽ സ്റ്റോറിൽ ഇരുന്നിട്ട് ആ മരുന്ന് ഈ മരുന്നാന്ന് പറയരുത്. അവരുടെ പ്രിസ്ക്രിപ്ഷനില്ലാതെ നിങ്ങളാണ് ചോദിക്കരുത്. അതുകൊണ്ട് മരുന്നിൻ്റെ ഉൽപ്പാദനങ്ങൾ പലപ്പോഴും ചെടിയിൽ നിന്നാണ്. ഇത് ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പ്രത്യേകം അതിൻ്റെ ജുഡീഷ്യസ് ഉപയോഗം കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നെ കേട്ടതായിട്ടുള്ള പ്രിയപ്പെട്ട അതിൻ്റെ ശ്രോതാക്കൾക്ക് നന്ദി പറയുന്നു. എൻ്റെ മകള് ഇത് ഷൂട്ട് ചെയ്തു, അത് അവൾക്ക് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇട്ട് ചെയ്താൽ എനിക്ക് എവിടെ തിരുത്തണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാനാകും. ഈ സംരംഭത്തിൽ എന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.